ശ്രദ്ധയോടുകൂടിയിരിക്കൂ. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനികൾ പോലും ഇങ്ങനെ അടിമപ്പെട്ടു പോകുന്നു. സർവാണി, എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമ്യ എന്ന് പറഞ്ഞാൽ എതിരായിട്ട് എന്നല്ല, അപ്പുറത്തേക്ക്, ഇന്ദ്രിയത്തിനു പുറത്തേക്ക് തന്നെ പരമമായി കണ്ടുകൊണ്ട് ആസീത, നിലകൊള്ളൂ. അങ്ങനെ യസ്യ തസ്യ, യാതൊരുവൻ്റെ ഇന്ദ്രിയാണി വശേ വർത്തന്തേ, യാതൊരുവൻ്റെ ഇന്ദ്രിയങ്ങളാണ് അവന് വശമായി വർത്തിക്കുന്നത്. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അവൻ്റെ ബുദ്ധി പ്രതിഷ്ഠിതമാണ്, ഉറപ്പുറ്റതാണ്. ലോകം ജനിക്കുന്നു എങ്കിൽ ഗീതയിലൂടെയാണ്, ലോകം ഉത്കർഷയിലെത്തുന്നുവെങ്കിൽ ഗീതയിലൂടെയാണ്. മനുഷ്യൻ മനസ്സിൽ നിരന്തരം വിഷയങ്ങളെ ധ്യാനിക്കുന്നു. ക്രോധാത് സമോഹ, ക്രോധത്തിൽ നിന്ന് സമ്മോഹം ജനിക്കുന്നു, വ്യാമോഹം സംഭവിക്കുന്നു, കാര്യകാര്യ വിവേകം നഷ്ടപ്പെടുന്നു. സമൂഹത്തിൽ നിന്നോ സ്മൃതി വിഭ്രമ, ഓർമ്മപ്പിശകുണ്ടാകുന്നു. സ്മൃതി എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന്, അച്ഛനമ്മമാരിൽ നിന്നുമൊക്കെ കേട്ട കാര്യങ്ങൾ മറന്നു പോകുന്നു. കേട്ടതൊക്കെ മറന്നു കഴിഞ്ഞാലോ ബുദ്ധി നാശ, ബുദ്ധി നശിച്ചു പോകും. ബുദ്ധിനാശാത് പ്രണശ്യതി, അതോടുകൂടി എല്ലാം നശിക്കുന്നു. ഇത് ക്രമത്തിൽ സംഭവിക്കുന്നതാണോ? അല്ല, എല്ലാം പെട്ടെന്നു സംഭവിക്കുന്നതാണ്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇതിൻ്റെ പിന്നിലൊരു പ്രവർത്തനമുണ്ട്. ഒരുവൻ എന്തെങ്കിലുമൊക്കെ അരുതായികൾ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ധ്യാനത്തിൻ്റെ കുഴപ്പമാണ്. വിചാരങ്ങളാണ് വാക്കുകൾ, വാക്കാണ് പ്രവൃത്തി, പ്രവൃത്തിയാണ് പെരുമാറ്റം, പെരുമാറ്റമാണ് സംസ്കാരം. ഒരു ജനതയുടെ സംസ്കാരം രൂപപ്പെടുന്നത് വിചാരങ്ങളിലാണ്, ധ്യാനത്തിലാണ്. തത്വാധിഷ്ഠമായ മൂല്യങ്ങൾ, തത്വാധിഷ്ഠിതമായ മൂല്യങ്ങൾ ആചരിച്ചു വന്ന ഒരു ജനസമൂഹത്തിൽ നിന്നാണ് ഭാരതീയ ദർശനം. ഈ സംഹിത രൂപപ്പെട്ടത് രണ്ടു തരത്തിലുള്ള ധ്യാനം പറഞ്ഞു വരുന്നു. ഒന്ന് ആസുരികമായിട്ടുള്ളത്, അവിടെ പഠിപ്പിക്കുന്നത് ഹിരണ്യായ നമ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് നമസ്കാരം. മറ്റൊരു ധ്യാനം നാരായണ നമ, ഒന്ന് സ്വർണത്തിന്, ഒന്ന് ഭഗവാന്, ഒന്ന് ഭോഗത്തിനാണെങ്കിൽ മറ്റൊന്ന് ത്യാഗത്തിന്. വിദ്യാഭ്യാസം വേദ്യം യയാ വിദ്യതേ സാ വിദ്യ എന്നാണ്. അറിയേണ്ടതിനെ അറിയിപ്പിക്കുന്നതാണ് വിദ്യ. വിദ്യ കൊണ്ട് ഒരുവനിൽ സംഭവിക്കുന്നത് അറിവാണ്, തൊഴിലല്ല. വിദ്യ ഒരുവനെ വിനയാന്വിതനാക്കുന്നു. നാം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ധ്യാനത്തിൽ നിന്നുണ്ടാകുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.